ഇല്ലയോ എന്ന് പോലും അറിയാതെ പകച്ചുപോയി നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2-3 ദിവസങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ, ഞാനും പ്രൊഡ്യൂസറും ബാക്കിയുള്ളവരെല്ലാവരും നീണ്ട ഫോൺ വിളികളും ഉറക്കമില്ലാത്ത രാത്രികളും ടെൻഷനുകളും മുംബൈ യാത്രകളും ഒക്കെ ആയിട്ട് കടന്നു വന്ന് ഇവിടെ കേൾക്കുന്നതാണ് ഒരു സിനിമാ സംവിധായകനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തം അല്ലെങ്കിൽ നിമിഷം എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതല്ല ഏറ്റവും വലിയ സന്തോഷം. അതിനല്ലേ നമ്മളെല്ലാവരും ഇത്രയും ശ്രമിക്കുന്നത്. അല്ല, ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം പ്രേക്ഷകർ കാത്തിരുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ പ്രേക്ഷകരെ കൂടെ കണ്ടിറങ്ങിയപ്പോൾ കഷ്ടപ്പെട്ടതൊക്കെ അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. കണ്ണ് നിറയാത്ത ഒരാൾ പോലും ഇല്ല. സുരേഷ് ഏട്ടൻ പോലും ഇരുന്ന് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞ് കഴിയുകയായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഞങ്ങളെല്ലാം വിങ്ങി പൊട്ടിപ്പോയി. കാരണം ഒരു നിമിഷത്തിൽ, ഒരു സന്ദർഭത്തിൽ സിനിമ റിലീസാവുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ പകച്ചുപോയി നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2-3 ദിവസങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ, ഞാനും പ്രൊഡ്യൂസറും ബാക്കിയുള്ളവരെല്ലാവരും നീണ്ട ഫോൺ വിളികളും ഉറക്കമില്ലാത്ത രാത്രികളും ടെൻഷനുകളും മുംബൈ യാത്രകളും ഒക്കെ ആയിട്ട് കടന്നു വന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സിനിമ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് തിയേറ്ററിൽ കണ്ടപ്പം അല്ലെങ്കിൽ ആ ഒരു സമയം എന്താ പറയുക, ഇതൊന്നും നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ അനുഭവിക്കുക മാത്രമേ സാധ്യമായിട്ടുള്ള കാര്യമുള്ളൂ. ഈ സെൻസർ ബോർഡ് ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഈ കട്ട് ചെയ്ത കുറേ സിനിമകൾ ഉണ്ടായിരുന്നോ, അതോ മ്യൂട്ട് ചെയ്തത് മാത്രമായിരുന്നോ? നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കണം. സിനിമ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലാണ്ട് അതായിരിക്കും നല്ലത്. നമുക്ക് അതിനുശേഷം ഇനിയിപ്പം വേണ്ട ഡിലീറ്റഡ് സീനുകളൊക്കെ ഇറങ്ങും. എന്നാലും നമുക്ക് ചർച്ച ചെയ്യാം. ഡിലീറ്റഡ് സീനുകളൊക്കെ ഇറങ്ങും, ഉറപ്പായിട്ട് ഡിലീറ്റഡ് സീനുകളൊക്കെ ഇറങ്ങും. പ്രവീൺ നാരായണന്റെ ദിവസം കൂടിയാണ്, ജാനകിയുടെ ദിവസത്തിനൊപ്പം. അനുപമ പരമേശ്വരനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അനുപമ പരമേശ്വരനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോഴും ഞാൻ അവിടെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ സോള് എന്ന് പറയുന്ന അനുപമ പരമേശ്വരനാണ്. അത് അത്രത്തോളം അനുപമ അതിലേക്ക് പകർന്നാടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അനുപമയുടെ ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ്, ഔട്ട്സ്റ്റാൻഡിങ് കഥാപാത്രം എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റാണ്. അതിനേക്കാൾ ഉപരി നല്ലൊരു എന്താ പറയുക, നല്ലൊരു അല്ലെങ്കിൽ കഥാപാത്രം എന്നല്ല പറയേണ്ടത്, നല്ലൊരു സ്വഭാവത്തിന് ഉടമ കൂടിയാണ്. ഏതൊരു സമയവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരികയും എല്ലാ സമയവും നമ്മളുടെ കൂടെ കഴിഞ്ഞ 2-3-4 വർഷമായിട്ട്, ഞാൻ ആദ്യം കഥ പറഞ്ഞു അനുവിൻ്റെ അടുത്താണ്, ഒരു 4-5 വർഷത്തെ ബന്ധമാണ്. അപ്പം ഏതൊരു സമയവും ഇവിടെ പറയുന്ന എന്തൊരു കാര്യത്തെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പം ശരിക്കും അനുവിനെ മിസ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അനു ഉണ്ടാകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. നിർഭാഗ്യവശാൽ അനുവിൻ്റെ തിരക്കുകൾ കാരണം അനുവിൻ്റെ വേറെ സിനിമ റിലീസ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അനുവിന് വരാൻ പറ്റാതായി പോയത്. തൃശ്ശൂർ ആകത്തിൽ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും ക്രൗഡിൻ്റെ എക്സ്പീരിയൻസ് അല്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആദ്യ സിനിമ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ്. എൻ്റെ നാടല്ല, ഞാൻ ചങ്ങനാശ്ശേരിയാണല്ലോ. പിന്നെ എറണാകുളത്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു തവണ വന്നപ്പോൾ ഒരു തവണ കയറിയിട്ടുണ്ട്. അപ്പോൾ സുല്ലേട്ടൻ തിയേറ്റർ കാണിക്കാൻ റിനോവേഷൻ്റെ സമയത്ത് അന്ന് സുല്ലേട്ടൻ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മോഹനേട്ടനോട് വന്നപ്പോൾ. പക്ഷെ തിയേറ്റർ സിനിമ കാണുന്നത് ആദ്യമായിട്ടാണ്. അത് നമ്മുടെ തന്നെ സിനിമയാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാര്യം രാഗൻ സിനിമ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു ഓപ്ഷനെ പറ്റി ഓക്കെ, വേറൊരു കാര്യത്തിൽ ഒരു സുഹൃത്തിനോട് ഒരു സംസാരം പോലും ഉണ്ടായില്ല. കാരണം അത്രയേറെ നമുക്ക് ഓക്കെയാണ് സുല്ലേട്ടൻ രാഗം സിനിമ എന്ന് പറയുന്നത്. നമുക്കല്ല, കേരളത്തിലെ മലയാളികൾ എല്ലാവരും ഒരേപോലെ അറിയുന്ന ഒരു തിയേറ്ററാണ് രാഗം സിനിമ. ഏതൊരു സിനിമയ്ക്കും അല്ലെങ്കിൽ ഏതൊരു കലാകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം രാഗം സിനിമയിൽ വന്ന് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഡയറക്ടർമാരായാലും എഴുത്തുകാരായാലും എല്ലാവരുടെ ഒരു സ്വപ്നം കൂടിയാണ്. ഭയങ്കര സന്തോഷം.